ഒരു പ്രദേശത്തെ ആകെ വഴിമുട്ടിച്ച ദേശീയപാത വികസനമാണ് തളിപ്പറമ്പ് പുളിമ്പറമ്പ് നടക്കുന്നത്. അതായത് തളിപ്പറമ്പ് നഗരത്തോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ ഈ ദേശീയപാതയ്ക്കായി ഇങ്ങനെ കുന്നിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാൻ കഴിയും. തളിപ്പറമ്പ് നിന്നും കണ്ണൂരേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ പാലം കീഴാറ്റൂർ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പാലം ഇങ്ങനെ പണിത് വരികയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ മണ്ണിടിച്ച ശേഷം റോഡ് നിർമ്മിക്കാനാണ് പദ്ധതി. അങ്ങനെ മണ്ണിടിച്ച് റോഡ് നിർമ്മിച്ച് ഇങ്ങനെ മണ്ണിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിടിച്ച സ്ഥലത്ത് ഇത് വലിയ കുന്നാണ്. കുന്നിൻ പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും അവിടെ കെട്ടിടമൊക്കെ ഉണ്ട്. അതൊക്കെ ഏത് നിമിഷവും ഒരു വീടാണ്. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. ഈ മഴ കനത്തതോടുകൂടി തന്നെ മണ്ണിങ്ങനെ ഓരോ നിമിഷവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പണി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഈ പട്ടുവത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ ആ റോഡ് ഇടിച്ചിട്ട് ഒരു താൽക്കാലികമായ റോഡ് പണിതു. ആ റോഡ് പണിതതിനോട് ചേർന്നുള്ള കുന്നും അവിടെയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൻ്റെ വശങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആ വശങ്ങളും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസിയായ ചേട്ടാ നിങ്ങളുടെ വലിയ ദുരിതമാണോ? ഏറ്റവും വലിയ ദുരിതമായിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് കൂടി പുളിമ്പറമ്പ് പ്രദേശത്തും ഇത് മറ്റേ കരിപ്പൂര് ഭാഗത്തേക്ക് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ഇതിപ്പം ഇത് 2 വീലർ വരെ പോകാത്ത സ്ഥിതിക്ക് അടച്ചതുകൊണ്ട് ഏറ്റവും വളരെയധികം ദുരിതത്തിലാണ് ഇപ്പം നാട്ടുകാർ ഉള്ളത്. ആ കാണുന്ന വീട് ആ അടിഭാഗം ഇടിഞ്ഞു തുടങ്ങി. ഇതും ഏകദേശം എനിക്ക് തോന്നുന്നു നല്ല മഴ പെയ്ത ഇത് ഇടിയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് കണക്കായിട്ടുള്ള വർക്കുകൾ അവർ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. 2-3 ദിവസമായിട്ട് അവിടെ സൈഡൊക്കെ ജില്ലിയിട്ട് അടച്ചു. അവിടെ കുറേ ലെവലാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 2 വീലർക്കും ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കടത്തിവിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട റോഡാണ്. ഇങ്ങനെ മണ്ണിടിഞ്ഞ് തുടരുമ്പോൾ തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ആളുകൾക്ക്. അതായത് വീടുകളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ആശങ്കയുണ്ട്. വഴിമുട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. വളഞ്ഞ വഴി പിടിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ പരിഹാരം വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. പുളിമ്പറമ്പ് 1 ഷാജു ചന്തപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂപൻ.